ഇതിനു മുമ്പ് നമ്മൾ പ്രസന്റ് ചെയ്ത എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ഉള്ള രജിസ്ട്രേഷൻസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺസൾട്ട് ചെയ്താൽ വിളിച്ചാൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ എക്സ്പോർട്ട് ബിസിനസ്സിലോട്ട്, കയറ്റുമതി വ്യാപാരത്തിലോട്ട് കടന്നു വരുന്ന ചെറുപ്പക്കാർ, സാധാരണക്കാർ, ചെറിയ വലിയ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പോലും കയറ്റുമതി വ്യാപാരത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എയർവേ ബിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല. അതുപോലെ തന്നെ പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ പാർട്ടിൽ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിപ്പോ പറഞ്ഞതുപോലെ തന്നെ ആ വേർഡ് ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ പെർഫോമ ഇൻവോയ്സിനെ കുറിച്ച് പറയാം. ഈ പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊപ്പോസല്, നമ്മൾ ഒരു ബയ്യറുമായിട്ട് സംസാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതികൾ, മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരാളിനെ പരിചയപ്പെട്ടപ്പോഴും നമ്മൾ അയാളോട് ചോദിക്കും, നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ചോദിക്കും, അയാൾ പ്രൈസ് ചോദിക്കും, നമ്മൾ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് ചോദിക്കും, ക്വാളിറ്റി എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കും, പാക്കിംഗ് എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിക്കും, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, ബൈ എയർ ആണോ സി ആണോ എന്ന് ചോദിക്കും, ഏത് പോർട്ടാണ് ഡെസ്റ്റിനേഷൻ ചോദിക്കും. ഇതൊക്കെ നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമ്പോൾ സാധാരണ അവരിങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ബയ്യറിനോട് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിനെ പ്രധാന ഒരു ആദ്യത്തെ ഡോക്യുമെന്റ് ആയിട്ട് പറയാം. അതിന്റെ പേര് LOI എന്നാണ്, ലെറ്റർ ഓഫ് ഇന്റന്റ്. അപ്പൊ ലെറ്റർ ഓഫ് ഇന്റന്റിന്റെ അകത്ത് അയാൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഗ്രേഡ്, ഏത് ഗ്രേഡാണ്, ഏത് ക്വാളിറ്റിയാണ്, ഏത് പോർട്ടിലോട്ടാണ് വേണ്ടത്, ഏത് പ്രൈസ് ആണ്, എക്സ്പെക്ടഡ് പ്രൈസ്, ടാർഗറ്റ് പ്രൈസ് എന്തോ ആണ്, അതുപോലെ തന്നെ ഏത് ഡെസ്റ്റിനേഷൻ ആണ്, എങ്ങനെയുള്ള പാക്കിംഗ് ആണ്, 50 കിലോയുടെ പാക്കിംഗ് ആണോ, 30 കിലോയുടെ പാക്കിംഗ് ആണോ, 5 കിലോ അരിയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ബസ്മതി റൈസ് ആണ് അയക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഹോട്ടലുകളിലും മറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാറ്ററിംഗ് കമ്പനീസിന് വേണ്ടി സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നത് 40 കിലോ പാക്കറ്റോ 50 കിലോ പാക്കറ്റായി. 40 കിലോ അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇതിനകത്ത് വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട്. നമ്മൾ ഒരാള് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് എടുത്ത് മറിച്ച് കയറ്റ തൊഴിലാളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വെയിറ്റ് ആയിരിക്കും സാധാരണ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇപ്പൊ നമ്മൾ ദുബൈയിലുള്ള ലുലു മാളിലാണ് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ വേറെ ഏതെങ്കിലും